Hello, good afternoon. Today we are discussing about the new chapter, consideration. Already discussed what you mean by consideration. According to Section 10 of the Indian Contract Act, lawful consideration is required for giving enforceability to an agreement. ഒരു എഗ്രിമെൻറ്റിന് നിയമസാധ്യത വരണമെങ്കിൽ അതിന് ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ആവശ്യമാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 25 ഓഫ് ദ കോൺട്രാക്ട് ആക്ട്, ആൻ എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. The section 10 and 25 of the Contract Act speak about the importance of consideration in the formation of contract. Consideration is the foundation of a very contract. An agreement must be supported by consideration to become a contract. Consideration is the backbone of all promises. A promise not supported by consideration is called a nodum pactum. That is an agreement without consideration. Such an agreement cannot be enforced in the court of law. Consideration means something in return to the promisor. When a party to an agreement promises to do something, he must be also get something in return from another party. This something is called consideration. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് ഡെഫിനിഷൻ ഓഫ് കൺസിഡറേഷൻ. അക്കോർഡിംഗ് ടു പൊള്ളോക്ക്, കൺസിഡറേഷൻ ഈസ് ദ പ്രൈസ് ഫോർ വിച്ച് ദ പ്രോമിസ് ഓഫ് അതർ ഈസ് ബ്രോട്ട് ആൻഡ് ദ പ്രോമിസ് ദസ് ഗിവൺ ഫോർ വാല്യൂ ഈസ് എൻഫോഴ്സിബിൾ. ഇല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ D, സെക്ഷൻ ഓർമ്മിച്ച് വെക്കാം. കൺസിഡറേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 2 subsection D. Okay, when the desire of the promiser, the promisee or any other person, ആരുടെ ഡിസയർ ആയിരിക്കണം? പ്രോമിസർ, ഓഫർ ചെയ്യുന്ന ആളുടെ ഡിസയർ, താല്പര്യത്തിനനുസരിച്ച് ദ പ്രോമിസി അല്ലേ, പ്രോമിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓഫറിയാണ് ആക്സെപ്റ്റൻസ് ചെയ്യുന്ന ആൾ. ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ, പ്രോമിസി തന്നെയാണെന്നല്ല, പ്രോമിസി ചുമതലപ്പെടുത്തുന്ന വേറെ ആൾക്ക് എന്ത് ചെയ്യാം? കൺസിഡറേഷൻ കൊടുക്കാം. ഞാൻ 3 പോയിൻ്റായിട്ട് നിങ്ങൾ ആ ഡെഫിനിഷന് ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമില്ല, അതെല്ലാം ഇങ്ങനെ പോയിൻ്റായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഹാസ് ഡൺ ഓർ എബ്സ്റ്റൈൻഡ് ഫ്രം ഡൂയിങ്, ഒരു കാര്യം ചെയ്തതിനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതിനോ, അത് ഫാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചെയ്തതിനോ ചെയ്യാതിരുന്നതിനോ ആണ് ഹാസ് ഡൺ ഓർ എബ്സ്റ്റൈൻഡ് ഫ്രം ഡൂയിങ്. ഡസ് ഓർ എബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, ചെയ്യൽ അല്ലെങ്കിൽ ചെയ്യാതിരിക്കൽ. പ്രോമിസസ് ടു ഡു ഓർ എബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാമെന്നോ, ഫ്രം ഡൂയിങ് സംതിങ്. സച്ച് ആക്ട് ഓർ എബ്സ്റ്റെയിൻസ് ഓർ പ്രോമിസ് ഈസ് കോൾഡ് എ കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസിങ്. നോക്കാം, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ കൺസിഡറേഷൻ എന്ന് ചോദിച്ചാൽ ഈ 3 പോയിൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഹാസ് ഡൺ, ഒരു കാര്യം ചെയ്തതിന്, ഓർ എബ്സ്റ്റൈൻഡ്. എബ്സ്റ്റൈൻഡ് മീൻസ് വിട്ടു നിൽക്കുക എന്നൊക്കെ വേണം പറയാം, ഇല്ലേ ചെയ്യാതിരിക്കുക. അത് പാസ്റ്റാകാം, പ്രസൻറ്റാകാം, ഫ്യൂച്ചർ. ആ 3 ടേമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻസ് നോക്കാൻ പറ്റും. ഓക്കെ, നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. പി എഗ്രീസ് ടു സെൽ ഹിസ് കാർ ടു ക്യൂ ഫോർ ₹50,000. നമ്മൾ ഒരുപാട് എക്സാമ്പിൾ നോക്കിയതാണ്. പി ക്യൂവിന് കാറ് കൊടുക്കുന്നു. ക്യൂക്ക് എന്താ കിട്ടുക? ക്യൂവിന് കാറ് കിട്ടും, പിക്ക് എന്ത് കിട്ടും? 50,000. 2 പേർക്കും 2 പാർട്ടീസിനും സംതിങ് ഇൻ റിട്ടേൺ ഉണ്ട്. ഇതൊരു വാലിഡ് കോൺട്രാക്റ്റാണ്. അടുത്തത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ
വാലിഡ് കൺസിഡറേഷൻ. ലീഗൽ റൂൾസ് റിഗാർഡിംഗ് കൺസിഡറേഷൻ അണ്ടർ സെക്ഷൻ 2. ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. നമ്മൾ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ തന്നെ നോക്കിയിട്ടുണ്ട്. എന്താണ്, ആരുടെ താല്പര്യമായിരിക്കണം? പ്രോമിസർ, ഓഫററുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം കൺസിഡറേഷൻ വരേണ്ടത്. സെക്കൻഡ് പോയിൻ്റ്, ഇറ്റ് മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ആരാണ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്? ആരാണ് ആ പേ ചെയ്യേണ്ട ആൾ? ഒന്നിലെ പ്രോമിസി ആകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആകാം. തേർഡ് വൺ, ഇറ്റ് മേ ബി എൻ ആക്ട്, ഒരു പ്രവൃത്തിയാകാം. എബ്സ്റ്റെയിൻസ് മീൻസ് വിട്ടു നിൽക്കുക, ഒരു കാര്യം ചെയ്യാതിരിക്കുക. ഓർ ഫോർബിയൻസ്, സെയിം മീനിങ് തന്നെയാണ്, ഫോർ റിട്ടേൺ പ്രോമിസ്. ഫോർത്ത് വൺ, ഇറ്റ് മേ ബി പ്രസൻറ്റ്, പാസ്റ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ പ്രസൻ്റ് ആകാം, പാസ്റ്റ് ആകാം, ഫ്യൂച്ചർ ആകാം. പ്രസൻറ്റിൽ നമ്മൾ ക്യാഷ് സെയിലൊക്കെ നമുക്ക് പ്രസൻറ്റിലുമാണുള്ള കൺസിഡറേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷോപ്പിൽ പോയിട്ടൊരു ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ അത് പ്രസൻ്റാണ്. പാസ്റ്റ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്തതിനായിരിക്കാം, ഇതിൻ്റെ ഒരു മാസം മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചർ ആകുമ്പോൾ വരാൻ പോകുന്ന ഏതെങ്കിലും മാസത്തിൽ ചെയ്യുന്ന കൺസിഡറേഷൻസ്. അടുത്തത്, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് ബട്ട് ഇറ്റ് മസ്റ്റ് ഹാവ് സം വാല്യൂ. കൺസിഡറേഷൻ ഒരിക്കലും ആഡിക്വേറ്റ് ആണോന്നില്ല. ഇപ്പോൾ ഒരു 6 ലക്ഷം രൂപയുടെ ഒരു കാറ് എ ബിക്ക് സെയിൽ നടത്തുന്നു. എ ബിക്ക് 6 ലക്ഷം രൂപേൻ്റെ കാറാണ്, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 6 ലാക്കാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു, ബിക്ക് അത് 4 ലാക്കിന് കൊടുക്കുന്നു, അല്ലെ 2 ലാക്കിന് കൊടുക്കുന്നു. അപ്പോൾ ഇത് കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആണോന്നില്ല. കൺസിഡറേഷൻ നോട്ട് ടു ബി ആഡിക്വേറ്റ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഹാവ് സം വാല്യൂ. ആറാമത്തത്, ഇറ്റ് മസ്റ്റ് ബി റിയൽ നോട്ട് ഇല്യൂഷറി. ഇത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അത് റിയലായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ആയിരിക്കണം, ഇല്യൂഷറി ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നു, വായുവിൽ നിന്ന് കുറച്ച് ഗോൾഡ് എടുത്ത് തരുന്നു, നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തരണം. ഇങ്ങനെയുള്ള ഇല്യൂഷറി, അതായത് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കണം, അത് ഇല്യൂഷറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കരുത്. അല്ലെങ്കിൽ എന്താ, ഞാൻ മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ ആരെയെങ്കിലും എന്താ പുനർജീവിപ്പിക്കുക, എനിക്ക് 10 ലക്ഷം രൂപ വരണം. ഇങ്ങനെയുള്ള ഇല്യൂഷറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കരുത്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഏഴാമത്, ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ബി പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. ഈ കൺസിഡറേഷൻ കൊടുക്കേണ്ടത് പ്രോമിസർ ഓൾറെഡി ബൗണ്ട് ടു ഡു, അയാൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തതിനായിരിക്കരുത്. ഇപ്പോൾ എന്താ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോകുന്നു, നമ്മൾ പരിശോധിക്കുന്നു, നമ്മൾ അയാൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു 500 രൂപ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സംതിങ് അത് ലീഗലല്ല, അത് അയാൾ ഓൾറെഡി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പോലീസുകാർക്ക് എന്ത് ചെയ്തു, 500 രൂപ കൈക്കൂലി കൊടുക്കുന്നു, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് നമ്മൾ എന്ത് ചെയ്യുന്നു, എമൗണ്ട് കൊടുക്കുന്നു. അയാൾ ഓൾറെഡി ചെയ്യേണ്ട ഡ്യൂട്ടിയാണത്. അങ്ങനെ ഓൾറെഡി ചെയ്തതിന് അയാൾക്ക് ഓൾറെഡി എന്ത് കിട്ടുന്നുണ്ട്, ഗവൺമെൻറ് നിന്ന് സാലറി കിട്ടുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു, അയാൾ ഓൾറെഡി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എട്ടാമത്തത്, ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ ആയിരിക്കരുത്, ഇമ്മോറൽ ആയിരിക്കരുത്, ഓർ ഓപ്പോസിറ്റ് ടു ദ പബ്ലിക് പോളിസി. ഇത്രയൊക്കെയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.